രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഇലക്ഷൻ വർഷത്തിൽ നടക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായ താല്പര്യങ്ങളും അടിയൊഴുക്കുകളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അത് ഉണ്ടെന്ന് തന്നെ നമുക്കെല്ലാം അറിയാം. ഇല്ലെന്ന് നമ്മൾ വെറുതെ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. അതായത് പൊതുവെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ കൂടുതലായിട്ടും UDFിനാണ് വോട്ട് ചെയ്യുന്നത്. അൺകോൺഷ്യസ് ആണെങ്കിലും അബോധമാണെങ്കിലും ഹിന്ദു മെജോറിറ്റിയാണ് കൂടുതൽ CPMന് വോട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ വിശിഷ്യ ഈഴവ നായർ വിഭാഗങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ അടക്കം വോട്ട് സമാഹരിക്കാനായി സർക്കാർ ചെയ്യുന്നത് ആയിരിക്കാം. പക്ഷേ അയ്യപ്പന്റെ പേരിൽ അങ്ങനെ ഒരു സംഘം നടക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്ത സാമുദായിക സംഘടനയെ വിളിക്കുമ്പോൾ പോകില്ല എന്ന് പറയാൻ എങ്ങനെയായി സംഘടനകൾക്ക് കഴിയുക? അപ്പൊ അതുകൊണ്ട് ആ സംഘടനകളെല്ലാം അടിച്ചിരിക്കുന്ന നിലപാട് ഇന്നത്തെ തുടക്കം ആചാരവിശ്വാസങ്ങൾ സംരക്ഷിക്കണം, രാഷ്ട്രീയത്തിന് അതീതമായി പോകണം എന്ന രീതിയാണ്. എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഹിന്ദു പ്രസ്ഥാനങ്ങളും അതേപോലെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളായ BJP, RSS അവരുടെ ഒരു റെപ്രസെന്റേഷൻ കൂടി ഇതിൽ ഉറപ്പാക്കണം. ഉദാഹരണം ശ്രീ കുമ്മനം രാജശേഖരനെ പോലുള്ള വ്യക്തി, അവരെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരികയും ഒരുമിച്ച് എല്ലാവരെയും കൊണ്ടുപോകാൻ കഴിയുന്നതും സർക്കാരിന്റെ കലയാണ്, കഴിവാണ്. ആ രീതിയിൽ എല്ലാവരെയും ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. പ്രതിപക്ഷ നേതാവ് അടക്കം അവർക്ക് രാഷ്ട്രീയപരമായ നിലപാടെടുക്കാനല്ലേ പറ്റൂ. CPM വേഴ്സസ് BJP വേഴ്സസ് കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്നാൽ വിശ്വാസികൾ NSS, SNDP അടക്കമുള്ള സാമുദായിക സംഘടനകൾ അതിന് താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അതിന് പോകുമ്പോൾ അവരെതിരെ യാതൊരു തരത്തിലും കുറ്റം പറയേണ്ട കാര്യവുമില്ല. അത് സങ്കീർണമായ ഒരു വിഷയമാണ്. അയ്യപ്പന്റെ സ്വാധീനം ശബരിമലയുടെ വികസനവും ലോകത്തിന് എത്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു നീക്കായി മാറും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങളിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അതായത് അന്ന് നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിയ ആളുകൾക്കെതിരെ ഇപ്പോഴും കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ അടക്കം പിൻവലിക്കണം. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പൊതുജനം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം അന്ന് ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ട് സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ തന്നെയും അങ്ങനെ ഒരു നിലപാട് സർക്കാർ എടുത്തിട്ട് ഇന്ന് ഇങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിലെ ഒരു എന്താണ് ആ ഉദ്ദേശ ശുദ്ധിയെ തന്നെയാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുമ്പോൾ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകാം. ദേവസ്വം ബോർഡിന്റെ പേര് പറയുന്നേ ഉള്ളൂ. CPOയും ഗവൺമെന്റും തന്നെയാണ് ചെയ്യുന്നത്. ശബരിമല കേസിൽ ആദ്യം മനസ്സിലാകുന്നത് എന്റെ മുത്തശ്ശി കണ്ടങ്ങ് മഹേശ്വരയുടെ ധർമ്മപത്നി ശ്രീമതി ദേവകി എന്തറിയണമാണ്. അന്ന് മുത്തശ്ശിക്ക് 82 വയസ്സോളമാണ് പ്രായം. രണ്ടാമത് മനസ്സിലാകുന്നത് എന്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. മൂന്നാമത് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്കതിന്റെ ഇന്നും കേസുകൾ പിൻവലിച്ചിട്ടില്ല. അപ്പൊ ആ കേസുകൾ പിൻവലിക്കണമെന്ന് കോൺഗ്രസും BJPയും പറയുന്നത് സ്വാഗതാർഹമാണ്, നല്ലതാണ്. എന്നാൽ അതോടൊപ്പം ഒരുമിച്ച് സഹകരിച്ച് മുൻപോട്ട് പോകാൻ കഴിയുമെങ്കിൽ ആ സ്പേസ് നമ്മൾ നോക്കാതിരിക്കുന്നു. അതുകൊണ്ടല്ലേ NSS അടക്കം പോരാടിയതല്ലേ. പക്ഷെ ഇന്ന് സുകുമാരനാഥ് സാർ എന്നിട്ടും ഇതിനോടെങ്കിലും ഈ സംഘടനത്തിന് പോകുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുകുമാരനാഥ് സാറോ NSS വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളതിനെ തെളിയിക്കാൻ ആവശ്യമില്ല. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം നമുക്കിത് കാണാൻ സാധിക്കുന്നത്. എല്ലാ പാർട്ടികളിലും ആൾക്കാരുണ്ട്. CPMന്റെ മുതിർന്ന നേതാവ് പത്മകുമാർ സാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കോൺഗ്രസിൽ നിന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ, BJPയിൽ കുമരജയടക്കം ഒരുപാട് പേർ ഇതേപോലെ ഭക്തിക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി ഭക്തിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അത്തരക്കാരെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന്, ജീവിച്ചിരിക്കുന്നവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് കൂടി അയ്യപ്പ സംഘവും നടത്തണം. അയ്യപ്പ സേവാ സംഘമുണ്ട്. ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നതിന് 5 ലക്ഷം മുമ്പ് ഉണ്ടായതാണ് അയ്യപ്പ സേവാ സംഘം. അവരെയൊന്നും അകറ്റി നിർത്തരുത്. പരമാവധി ഇൻക്ലൂസീവായി കൊണ്ടുപോയി അത് വിജയിപ്പിക്കണം എന്നുള്ളതാണ്. 2, മുഖ്യമന്ത്രി അയ്യപ്പന്റെയും വാനരുടെയും കഥയൊക്കെ പറയുന്നത് ആവേശത്തോടെയാണ് സാധാരണ അയ്യപ്പ വിശ്വാസികൾ കേൾക്കുന്നത്. താങ്കൾക്ക് ഒരു ഓർമ്മ കാണും, നിങ്ങളുടെ ചാനലിലൊക്കെ വരുമ്പോൾ സ്ഥിരം ഞാൻ പറയുന്നതാണ് അയ്യപ്പന്റെയും വാവരുടെയും കഥ, ഹിന്ദു മുസ്ലിം ഐക്യം, മതസൗഹാർദ്ദം തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെ അയ്യപ്പനും വാവരും വെളുത്തയും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ആ ഐക്യത്തിന്റെ കഥ കൂടിയാണ് ശബരിമല. ആ ഐക്യത്തിന്റെ നിലപാടാണ് ശബരിമല. അതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. തീർച്ചയായും രാഷ്ട്രീയമായ ഒരു സബ്ടെക്സ്റ്റ് ഉണ്ട്, അതിലെ ലാഭനഷ്ടങ്ങൾ കാണും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ വിശ്വാസികൾക്ക് വിളിക്കുമ്പോൾ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.